ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഫേസ്ബുക്കിലെ വീഡിയോസ് നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പാണ് പറയുന്നത്. അതിനായി നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ എടുക്കുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഫേസ്ബുക്ക് പേജിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട വീഡിയോ എടുക്കുക. ഇപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇത് ന്യൂ വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ആ വീഡിയോ വേറൊരു ടാബിൽ ആ വീഡിയോ മാത്രമായിട്ട് ഓപ്പൺ ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് മുകളിലായിട്ട് അഡ്രസ് ബാർ ഉണ്ടാവില്ല, ഈ അഡ്രസ് ബാറിൽ ഈ www എന്ന് എഴുതിയിട്ടുള്ളത് അത് മാറ്റിയിട്ട് എം കൊടുക്കുക. www മാറ്റിയിട്ട് അവിടെ എം ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ ആ പേജ് തന്നെ ആയിരിക്കും വരുന്നത്. അത് വന്നിട്ട് മൊബൈൽ വെർഷനിലായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ മൊബൈൽ വെർഷനാണ്, ഫേസ്ബുക്കിൻ്റെ മൊബൈൽ വെർഷനാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ വീഡിയോ പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തിട്ട് അതിനെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അവിടെ സേവ് വീഡിയോ ആസ് എന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് Ctrl+S കൊടുത്താൽ മതി, വീഡിയോ സേവ് ആവാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ആ സേവ് വീഡിയോ ആസ് കൊടുക്കുക. അപ്പോൾ വീഡിയോ സേവ് ആവാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ടാവും. ഇനി നമുക്ക് എവിടെയാണ് സേവ് ചെയ്യണം, ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സേവ് ചെയ്യാവുന്നതാണ്. സേവ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വീഡിയോ ഡൗൺലോഡ് ആവുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഫേസ്ബുക്കിലെ ഏത് വീഡിയോയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ ഒരു ടൂൾസിൻ്റെയോ സഹായമില്ലാതെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.